പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സന്യാസി ശ്രേഷ്ഠന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് ഒരു വലിയ യാത്രയപ്പ് കൊടുക്കുകയാണ്. നമുക്കറിയാം, അഖണ്ഡ ഭാരതത്തെ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി ശങ്കര ഭഗവത്പാദൻ കാലടിയിൽ നിന്നൊരു യാത്ര പുറപ്പെട്ടു. പുരി, ദ്വാരക, ശൃംഗേരി, ബദരിനാഥ് 4 മതങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഭാരതത്തെ 4 ഭാഗങ്ങളിൽ ഭാരതത്തിന്റെ ഏകത്വം മുൻനിർത്തിക്കുന്ന ഒരു യാത്രയായി അന്ന് അദ്ദേഹം സഞ്ചരിക്കുന്നത് പദയാത്രയായിട്ടാണ്. നിരവധി ശിഷ്യന്മാരെ എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് മഠങ്ങൾ, ആ മഠങ്ങൾ പിൽക്കാലത്ത് വിഭിന്നങ്ങളായി തീർന്നപ്പോൾ അതിനെ യോജിപ്പിക്കാൻ വേണ്ടി 1962 വലിയൊരു പ്രവർത്തനം. ആ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പറയുന്നു. അതിനുശേഷം എല്ലാവരും ഒന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിലൊരു വലിയ മാറ്റവുമുണ്ട്. ഇന്ന് കഴിഞ്ഞ 9 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശിവലിംഗ മഹാഘോഷയാത്ര എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്. നമ്മുടെ ഇതിന്റെ കമ്മിറ്റി, ഇതിന്റെ ട്രസ്റ്റ് ഭാരവാഹി സുധി, അജി, ബിജു, സാജു, ധനൻ, ഇതേപോലത്തെ ആൾക്കാരെല്ലാം ഇന്ന് വീണ്ടും ഇനി വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നിന്ന് പുറപ്പെട്ട് കേരളത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് അതിനുശേഷം കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് യാത്രയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു ആ യാത്ര അവസാനം നമ്മുടെ തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് എത്തിച്ചേരുന്ന സമയത്ത് അവിടുന്ന് തിരുവനന്തപുരം വരെ നമുക്ക് ഒരുമിച്ച് അവരെ ആനയിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണം. ഏകദേശം 70-72 ദിവസം എടുക്കുന്ന ആ പരിപാടി ഇവിടെ നിന്ന് സമാരംഭിക്കുകയാണ്. ഇതിലെ പ്രമുഖരായ സന്യാസി ശ്രേഷ്ഠന്മാർ അവരനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, യാത്ര അയക്കാനും വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മളിന്ന് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന സമ്മേളനത്തിന്റെ അതിന് തുടക്കം കുറിക്കുകയാണ്. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ പ്രകാശന കർമ്മം കൂടി ഇവിടെ നിർവഹിക്കും. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനത്തിലുള്ള ഇന്നിപ്പോ ഇവിടെ പാടിയ ആ കൊച്ചുകുട്ടി, അത് കാണാൻ പക്കൊക്കെ ഉണ്ടെങ്കിലും കൊച്ചുകുട്ടിയാണ്, അവളെ നമ്മളെ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ചടങ്ങും കൂടിയുണ്ട്. ഈ പരിപാടിയിലെ സശ്രദ്ധം നമ്മളെല്ലാവരും പങ്കെടുക്കണം. അതിനുശേഷം ഇവിടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവരെ യാത്ര അയച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം.